Next is how to program or how to initialize 8259. 8259 എങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് എന്നാണ്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഈ 8259 ഒരു കൺട്രോൾ രജിസ്റ്ററുണ്ട്. അതിനകത്തോട്ട് ഒരു കമാൻഡ് വേർഡ് റൈറ്റ് ചെയ്യുമ്പോൾ ആ കമാൻഡ് വേർഡിനകത്തുള്ള അക്കോർഡിംഗ് ടു ദ ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ആർ റിട്ടൺ ഇൻ ദ കമാൻഡ് വേർഡിനകത്ത് എഴുതിയിട്ടുള്ളൂ ദാറ്റ് ആർ ലോഡഡ് ഇൻ ടു ദ കൺട്രോൾ രജിസ്റ്റർ ഓഫ് 8259. 8259 ഒരു കൺട്രോൾ രജിസ്റ്റർ ഉണ്ട്. ആ കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള കമാൻഡ് വേർഡിനകത്ത് അത് റിട്ടൺ ബൈ ദ പ്രോസസ്സറാണ്. പ്രോസസ്സർ അതെന്താണോ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ലോഡ് ചെയ്തേക്കുന്നത് അക്കോർഡിംഗ് ടു ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് 8259 വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ കമാൻഡ് വേർഡിന് നമ്മൾക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഇനിഷ്യലൈസേഷൻ കമാൻഡ് വേർഡ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഓപ്പറേഷണൽ കമാൻഡ് വേർഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ഈസ് ഇനിഷ്യലൈസേഷൻ കമാൻഡ് വേർഡ് ICW. ഓപ്പറേഷണൽ കമാൻഡ് വേർഡിനെ പറയുന്നത് OCW. ICW, ദർ ആർ 4 ICW. 4 ICWയും 3 OCWയും ആർ ദർ ഇൻ 8259. 8259 കമാൻഡ് വേർഡിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചാണ് 8259 വർക്ക് ചെയ്യുന്നത്. ഈ കമാൻഡ് വേർഡ് ലോഡ് ചെയ്തിരിക്കുന്നത് 8259 കൺട്രോൾ രജിസ്റ്ററിനകത്താണ്. ഈ കൺട്രോൾ രജിസ്റ്ററിനകത്തുള്ള കമാൻഡ് വേർഡ് ഈസ് റിട്ടൺ ബൈ ദ പ്രോസസ്സറാണ്. അക്കോർഡിംഗ് ടു ദാറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് ആര് വർക്ക് ചെയ്യുന്നത്, 8259 വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഓരോ പർപ്പസിന് വേണ്ടിയിട്ട് ഓരോ കമാൻഡ് വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദർ ആർ 2 ടൈപ്പ് ഓഫ് കമാൻഡ് വേർഡ്. 2 ടൈപ്പാണുള്ളത്, ഇനിഷ്യലൈസേഷൻ കമാൻഡ് വേർഡ് ആൻഡ് ഓപ്പറേഷണൽ കമാൻഡ് വേർഡ്. ICW ആൻഡ് OCW ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കാനുള്ളതാണ്, ഫോർമാറ്റ് ചോദിക്കും. ഓക്കെ, ഇനിഷ്യലൈസേഷൻ കമാൻഡ് വേർഡ് ബൈ ദ നെയിം ഇറ്റ്സെൽഫ് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ദാറ്റ് 8259 എങ്ങനെ പ്രോഗ്രാമിംഗ് ഇനിഷ്യലൈസേഷൻ നടത്തണം എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഓപ്പറേഷണൽ കമാൻഡ് വേർഡ് എന്ന് പറയുന്നത് ഹൗ ടു പെർഫോം ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അതാണ് ഓപ്പറേഷണൽ കമാൻഡ് വേർഡ് അല്ലെങ്കിൽ OCWനകത്ത് സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരെണ്ണമല്ല, ഇനിഷ്യലൈസേഷൻ കമാൻഡ് വേർഡ് തന്നെ 4 എണ്ണം ഉണ്ട്. ദർ ആർ 4 നമ്പേഴ്സ് ഓഫ് ഇനിഷ്യലൈസേഷൻ കമാൻഡ് വേർഡ് ആൻഡ് 3 നമ്പേഴ്സ് ഓഫ് ഓപ്പറേഷണൽ കമാൻഡ് വേർഡ്. ഓക്കെ, ഇനി ഇവിടെ കമാൻഡ് വേർഡ് നമ്മൾ 8259 എഴുതുന്ന സമയത്ത് ചിപ്പ് സെലക്ഷൻ ഓർ CS ബാർ ഷുഡ് ബി 0 ആയിരിക്കണം. ഇനി അതർവൈസ് CS ബാർ 1 ആണെന്നുണ്ടെങ്കിൽ 8259 ഇനാക്റ്റീവ് സ്റ്റേറ്റിലാവും. ഇനി ചില കമാൻഡ് വേർഡിൻ്റെ കേസസിൽ A0 എന്ന് പറയുന്ന അഡ്രസ് ലൈൻ ഷുഡ് ബി 0 ആയിരിക്കും. ചില കേസസിൽ A0 = 1 ആണ്. ഓക്കെ, ഇനി OCW1 എന്ന് പറയുന്നത് ഷുഡ് ബി സെൻഡ് ആഫ്റ്റർ സെൻഡിങ്. ICWs സെൻഡ് ചെയ്തതിന് ശേഷമാണ് OCW സെൻഡ് ചെയ്യുന്നത്. അതിൽ OCW1 ഷുഡ് ബി സെൻഡ് ആഫ്റ്റർ സെൻഡിങ് ICWs. ഇനി OCW2 ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി സെൻഡ് അറ്റ് എനി ടൈം. ഇത് ഏത് സമയം വേണമെങ്കിലും സെൻഡ് ചെയ്യാം. ഓർ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐദർ ബിഫോർ സർവീസിങ് ദ ഇൻട്രപ്റ്റ് ഓർ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇൻട്രപ്റ്റ് സർവീസ് റൂട്ടീൻ. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് ഷോൺ ഇൻ ദ ഫ്ലോ ചാർട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ICW1 സെൻഡ് ചെയ്യും, സെക്കൻഡ് ICW2 സെൻഡ് ചെയ്തു, തേർഡ് കാസ്കേഡഡ് മോഡാണോ, കാസ്കേഡഡ് മോഡ് മീനിങ് ഈസ് ദാറ്റ് മോർ ദാൻ 1 8259 കണക്ട് ചെയ്തിട്ട് ഇൻട്രപ്റ്റിൽ കപ്പാസിറ്റി കൂട്ടുന്ന പ്രോസസ്സിനെയാണ് കാസ്കേഡഡ് മോഡ്. ഇഫ് ദർ ഈസ് ഓൺലി 1 8259 ആണെങ്കിൽ അതിന് സിംഗിൾ മോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സിംഗിൾ മോഡ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാസ്കേഡഡ് മോഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. കാസ്കേഡഡ് മോഡ് അല്ല എന്നുണ്ടെങ്കിൽ, കാസ്കേഡഡ് മോഡ് ആണെന്നുണ്ടെങ്കിൽ സിംഗിൾ SNGL 0 ആയിരിക്കും, കാരണം സിംഗിൾ അല്ല എന്നുള്ളതാണ്. ഇനി സിംഗിൾ ആണെന്നുണ്ടെങ്കിലും സിംഗിൾ അല്ല എന്നുണ്ടെങ്കിലും ഇവിടെ സെൻഡ് ICW3 സെൻഡ് ചെയ്യും. ഓക്കെ, സിംഗിൾ ആണെങ്കിൽ SNGL 0 ആക്കിയിട്ട് സെൻഡ് ICW3 എന്നുള്ള ബോക്സിനകത്തോട്ട് പോവും. കാസ്കേഡഡ് മോഡ് ആണ് അല്ല എന്നുണ്ടെങ്കിൽ SNGL സിംഗിൾ മോഡിലാണ് എന്ന് കാണിക്കാൻ SNGL = 1 എന്നാക്കിയിട്ട് സെൻഡ് ICW3 പോവും. ഓക്കെ, അവിടെ ICW3 എന്ന് പറയുന്നത് മാസ്റ്ററിനും സ്ലേവിനും സെപ്പറേറ്റ് ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ICW4 വേണമോ വേണ്ടയോ നോക്കും. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ICW4 വേണം എന്നുണ്ടെങ്കിൽ IC4 = 1 ആക്കും, വേണ്ടാന്നുണ്ടെങ്കിൽ IC4 = 0 ആക്കും. എനിവേ സെൻഡ് വേണം എന്നുണ്ടെങ്കിൽ ICW4, വേണ്ടാന്നുണ്ടെങ്കിൽ ICW4 കഴിഞ്ഞതിന് ശേഷമുള്ള പാത്തിലേക്ക് വന്നു. സെൻഡ് OCW1 ആൻഡ് ദെൻ OCW2 ദെൻ റിട്ടേൺ. സോ ദീസ് ആർ ദ order of sending ICWs and OCWs. This is a very important portion. ഇത് നോക്കി വെച്ചേ പറ്റത്തുള്ളൂ. ഓർഡർ നമ്മളല്ല, ഇത് ബിൽറ്റിൻ ആണ്, പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇനി ഈ rather than reading the lines of ICWs and OCWs, it is better to study the
ദ ഫോർമാറ്റ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. ഓക്കെ, അതിനകത്ത് എന്താണ് ICWSും എന്താണ് OCWSും നോക്കിയിട്ടുണ്ട്. ICWS ആർ യൂസ്ഡ് ടു പ്രോഗ്രാം ദ ഫോളോവിങ് ഫീച്ചേഴ്സ്. കുറേ ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്, 8 to 5 പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ഓരോന്നിനും ഓരോ പർപ്പസാണുള്ളത്. കോൾ അഡ്രസ് ഇൻ്റർവെൽ ഇൻ ദ കേസ് ഓഫ് 8085 നമുക്ക് വേണ്ട. ലെവൽ ഓർ എഡ്ജ് ട്രിഗേർഡ്, കാസ്കേഡഡ് മോഡാണോ സിംഗിൾ മോഡാണോ, വെക്ടർ അഡ്രസ്സിൻ്റെ ടൈപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഏത് മോഡാണ്, 8085 ആണോ 8086 ആണോ, അതൊക്കെ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ICWS. ഐ ഓൾറെഡി ടോൾഡ് യു ദാറ്റ് ഓപ്പറേഷണൽ കമാൻഡ് വേർഡ് എന്ന് പറയുന്നത് ബൈ ദ നെയിം ഇറ്റ് സെൽഫ് ഇറ്റ് വിൽ ബി വെരി ക്ലിയർ ദാറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മാസ്കിങ്, അൺമാസ്കിങ്, ഇനി എൻഡ് ഓഫ് ഇൻറ്ററപ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പെസിഫിക് ഓർ ഓട്ടോമാറ്റിക് നോൺ സ്പെസിഫിക് ആണോ, പ്രയോറിറ്റി മോഡ് എങ്ങനെ സെറ്റ് ചെയ്യും, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ആണ് നമ്മൾ OCWS വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നത്. സോ നൗ വി ഹാവ് ടു ഗോ ഫോർ ഏതാണ് ICWS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു ദർ ആർ 4 types ഓഫ് ICWS. ICW 1, 2, 3 and 4. ഓക്കെ, ICW 3 എന്ന് പറയുന്നത് ഇവിടെ ഫ്ലോ ചാർട്ടിനകത്ത് തന്നെ നോക്കിയിട്ടുണ്ട്. മാസ്റ്ററിനും സ്ലേവിനും സെപ്പറേറ്റ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് ICW 1. ICW 1-നകത്ത് ഫസ്റ്റ് ഇവിടെ എല്ലാം 8 ബിറ്റ് തന്നെയാണ്, B0 to B7. നെക്സ്റ്റ് A0 ഞാൻ ഓൾറെഡി പറഞ്ഞു. വെനെവർ വി ആർ റൈറ്റിംഗ് കമാൻഡ് വേർഡ്സ് റൈറ്റ് ചെയ്യുന്ന സമയം A0യുടെ വാല്യൂ ചില കൺട്രോൾ വേർഡ്സിന് അല്ലെങ്കിൽ ചില കമാൻഡ് വേർഡ്സിനകത്ത് 1 ആയിരിക്കും, ചിലതിനകത്ത് 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ ICW 1-ൻ്റെ കേസിൽ A0യുടെ വാല്യൂ 0 ആണ്. ഓക്കെ, ഇനി ഇവിടെ B0, B1, B2, B3, B4 ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ A6 and A7 ടുഗദർ വിൽ പെർഫോം ഇൻറ്ററപ്റ്റ് വെക്ടർ അഡ്രസ് പ്രൊവൈഡ് ചെയ്യുക. അത് 8085 വേണ്ടിയിട്ടാണ്, 6-ന് നമുക്ക് വേണ്ട. ഇനി B5-ൽ A5 ബിറ്റുമായിട്ട് ഒരു കണക്ഷൻ വന്നിട്ടുണ്ട്. B4 വിൽ ബി ഓൾവേസ് 1. LTIM 1 എന്ന് പറഞ്ഞാൽ ലെവൽ ട്രിഗേർഡ് ആണോ എഡ്ജ് ട്രിഗേർഡ് ആണോ എന്ന് നോക്കുകയാണ്. പ്രോസസ്സ് ചെയ്ത് ഏത് രീതിയിലാണ് ക്ലോക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ കൊടുക്കും. കോൾ അഡ്രസ് ഇൻ്റർവെല്ല് അത് 8086-ന് വേണ്ടി വരുന്നില്ല. ഇനി സിംഗിൾ മോഡാണോ കാസ്കേഡഡ് മോഡാണോ, സിംഗിൾ മോഡാണെങ്കിൽ ഒരേ ഒരു 8259 യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാസ്കേഡഡ് മോഡാണെങ്കിൽ മോർ ദാൻ 1 8259 ക്യാൻ ബി യൂസ്ഡ്. ICW 4 വേണമോ വേണ്ടയോ, വേണം എന്നുണ്ടെങ്കിൽ 1 ആക്കും, ഇല്ല എന്നുണ്ടെങ്കിൽ 0 ആക്കും. ഓക്കെ.